Hi friends, ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ഷവർമ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഡിന്നറിനും സ്നാക്സിനും ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഷവർമയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണ്. അപ്പോൾ കുബൂസിൻ്റെയും മയോണൈസിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ ഞാൻ ആ വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഷവർമ ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടത് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുബൂസ് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. ഇത് ഞാൻ പാല് ചേർക്കാതെ തയ്യാറാക്കിയതാണ്. പാല് ചേർത്തിട്ടുള്ള കുബൂസിൻ്റെയും വെള്ളം ചേർത്തിട്ടുള്ള കുബൂസിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ കുബൂസ് ഇവിടെ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അതൊരു കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 കപ്പ് ചിക്കൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പൊട്ടിയായിട്ട് വേണം കട്ട് ചെയ്യാൻ. 1 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് തക്കാളി, 1 കപ്പ് കക്കിരി, പിന്നെ 2 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. 1 കപ്പ് മല്ലിയില, 1 കപ്പ് ഉള്ളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ക്യാബേജിൻ്റെയും ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുറച്ചായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഷവർമക്ക് ചില്ലി ഗാർലിക് മയോണൈസ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മുടെ ഗാർലിക് മയോണൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെപ്പർ മയോണൈസൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മല്ലിയില, ക്യാപ്സിക്കൊക്കെ ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി. ചിക്കൻ ഞാനിപ്പോൾ ഇതിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയ മയോണൈസാണ്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മയോണൈസിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് റെസിപ്പിയാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഓരോരോ കുബൂസായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് ഫില്ലിങ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടില്ല. ഡിന്നറായിട്ടും സ്നാക്സൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ഷവർമ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 25-30 ഷവർമ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.